Audience. എന്റെ പൊന്നടാ, എന്റെ കാലിന്റെ മുട്ടിന്റെ ഒരു വേദന പോയി ഒരു ഇത്തിരി തൈലം വാങ്ങിച്ചോണ്ടോന്ന് പറഞ്ഞ വെച്ചല്ലേ നിന്നത്. നിന്നെ കാത്തിരിക്കുക ഞാൻ. ഇത് എവിടെയായിരുന്നു നീ ഇത്രയും നേരം? ഇത് തൈലം എന്ന് പറഞ്ഞാൽ ഉടനെ എടുത്തോണ്ട് വരാൻ ഞാൻ കുപ്പിന്ന് ഭൂതമൊന്നും അല്ലല്ലോ. ഇവിടുന്ന് കട വരെ നടക്കണം. വൈദ്യശാല ചെന്ന് പുള്ളിയോട് ഇതിന്റെ പേര് പറയണം. അയാൾ അത് ഷെൽഫിൽ ഉണ്ടോ എന്ന് നോക്കണം. അവിടുന്ന് എടുത്ത് വലിയ കുപ്പിയിൽ നിന്ന് ചെറിയ കുപ്പിയിലേക്ക് ഒഴിക്കണം. എന്റെ കയ്യിലോട്ട് തരണം, പൈസ മേടിക്കണം, അവിടെ നടന്ന് ഇവിടെ വരണം. കുറെ പ്രക്രിയകളുണ്ട്, അതിൻ്റെതായ താമസം വരും. ഇവിടെ ഭാരചന്ദ്രൻ IPS ഒരു മോനന്റെ അവസരം ഞാൻ തന്നെ വേണ്ടി വന്നില്ലേ തൈലം മേടിച്ചോണ്ടത് കുറ്റോടെ പറയും. ഓടാ അവിടെന്ന്. എന്റെ മോനോടെ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എത്ര തൈലം വേണമെങ്കിലും അവൻ വാങ്ങിച്ചോണ്ട് തരും. പിന്നെ നീ ജോലിയൊന്നും ഇല്ലാതെ തിന്നും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കില്ല, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അവസാനം കൊണ്ടു നമ്മക്കിട്ടൊരു കുത്തല്. പിന്നെ അമ്മൂമ്മയുടെ കാലിന്റെ മുട്ടിന്റെ ഒരു വേദന, ഒരു ഇത്തിരി തൈലം വാങ്ങിച്ചോണ്ട് വന്നത് അവൻ പോയി. അല്ല മക്കളുടെ അമ്മ അവിടെ എന്തോ ചെയ്യുന്നു? അവിടെ ഉച്ചക്കത്തെ സാമ്പാറിന് വേണ്ടിട്ടേ നല്ല പച്ചക്കറി ആയിരുന്നു. ആണ് അങ്ങനെ അമ്മ എടുത്തെന്ന് പറഞ്ഞു. ചളാകുള പച്ചക്കറി കണ്ടിച്ചിട്ട് എന്തേലും കാണിച്ചു കൂട്ടരുത്. നല്ല തൊമരയൊക്കെ വെച്ച് നല്ല സാമ്പാർ, നല്ല കുറുകുറാന്നിരിക്കണം. അങ്ങനെ നോക്കാൻ പറയണം കേട്ടോ. നിർത്തടാ. നീ വാ തുറക്കുന്നതേ തിന്നാനും പരദൂഷണം പറയാനും അല്ലേ. എന്തുണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ അവർക്കറിയാം. എന്ത് വന്നാലും ഒന്നും ബാക്കി വെക്കുന്നില്ലല്ലോ. പിന്നെ കൊണ്ടുവന്നാലേ പറയുന്നോളെ എങ്ങനെ വെച്ചാലും. ഈ എന്തും തരുന്നത് കഴിക്കാനല്ലേ, അത് ബാക്കി വെക്കേണ്ട കാര്യമില്ലല്ലോ. ഉച്ചക്കലത്തൊക്കെ ഉള്ള കറിയും സാമ്പാറും ചോറൊക്കെ റെഡിയാ. എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇയാൾക്ക് പിന്നെ എന്തും അറിയാവുന്നത്? ഒന്നും അറിഞ്ഞൂടാ. ഇതൊക്കെ ഇയാള് ശ്രദ്ധിക്കണ്ടേ? നീ നിന്റെ പണി നോക്കടാ. അതെന്തൊരു വർത്താനം അമ്മേ. ഇത്രയും ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വന്നില്ലേ, അപ്പൊ ക്ഷീണം ഉണ്ടാവത്തില്ലേ? അന്ന വിചാരം മുന്ന വിചാരം, കാര്യ വിചാരം പിന്നെ വിചാരം എന്നല്ലേ കേട്ടിട്ടില്ലേ പ്രമാണം? ചില്ലിപ്പെണ്ണോട് അവിടെ അടുക്കളയിൽ കാണും. കാലില് എണ്ണ ചൂടാക്കി മുട്ട പിടിക്കണം എന്നുണ്ടെ പറയണം. തിരക്കുണ്ട്, ഞാൻ പോയി തങ്കച്ചേട്ടത്തി കണ്ടിട്ടോട്ടെ. എന്തൊരു പാട്. എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ചു തരുമോ? അയ്യോ, എപ്പോഴും ഐസ്ക്രീം തിന്നൂടാ, പനിയും ജലദോഷമൊക്കെ വരത്തില്ലേ? വേണ്ട. എന്റെ കൂട്ടുകാരന്മാരെ അമ്മൂമ്മമാരെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുമല്ല. പിന്നെ ഞാൻ നിനക്ക് വാങ്ങിച്ചു തരത്തില്ലേ? ഇപ്പൊ മഴക്കാലം അല്ലേ, അതുകൊണ്ട് പറഞ്ഞതല്ലേ. മക്കളൊരു കാര്യം ചെയ്യോ, അകത്ത് പോയിട്ട് പാല് വാങ്ങിച്ചു കുടിക്ക്. ചെല്ലേ. എനിക്ക് പാലൊന്നും വേണ്ട, എനിക്ക് ഐസ്ക്രീം മതി. ഇപ്പൊ വാങ്ങിച്ചു തരുന്നില്ല. എന്റെ പൊന്നും പറഞ്ഞാൽ കേൾക്കണം. അകത്ത് പോയി പാല് വാങ്ങിച്ചോട്, നല്ല കുട്ടിയായിട്ട് ചെല്ല്. ഐസ്ക്രീം വാങ്ങിച്ചു തരണം. തരാം. ഇപ്പൊ വാങ്ങിച്ചു തരത്തില്ല, പിന്നെ വാങ്ങിച്ചു തരാം. വാങ്ങിച്ചു തരണം. ഓ എന്റെ ക്ലീറ്റോ, ഒരു മനുഷ്യന്റെ മിസ് കോള് കണ്ട ഒന്ന് തിരിച്ചു വിളിക്കാനുള്ള മാന്യതയില്ലേ ക്ലീറ്റോന്? എത്ര പ്രാവശ്യം വിളിച്ചേ? എന്ന് വരും? മറ്റന്നാളാ? അവൻ പോയിട്ടില്ലെന്ന്. രാവിലെ എഴുന്നിട്ട് ചെറുക്കനൊരു മേക്കാച്ചില് പോലെ തോന്നിച്ചിട്ട് ഞാൻ പിന്നെ വിട്ടില്ല. അല്ല കറി ഞാൻ എന്താ വെച്ചിട്ട് മീൻപീര ഉണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കുന്നു. പിന്നെ വിളിട്ടോ, വരുമ്പോ ഞാൻ പറഞ്ഞ സാധനം കൊണ്ടുവരുമോ? സാരി എന്ത് നീ പറയണ? സാരി അല്ലെന്ന്, മറ്റേ ഇത് ഉണക്കമീൻ. അതാ പാർട്ടിക്കാർക്ക് ഉണക്കമീൻ മേടിക്കാൻ പാടില്ലേ? നല്ല മേട്. എന്നാ ശരി, മറ്റന്നാൾ ഇനി അന്ത്യാവാതെ വരണേ. എന്തേ? ചോറും മീൻകറിയും തോരനും വെച്ചോ? അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. എടുത്തു. എന്നാ കൈ കാണിച്ച്. ചോറും മീൻകറിയും തോരനാണ് ഇവിടെ. നീ എങ്ങനെ അറിഞ്ഞേ?
ഉള്ള ആകാശവാണി ഇറക്കി കിടന്ന് അലറി കഴിഞ്ഞാൽ ഞാൻ കേൾക്കൂലേ? കേൾക്കണല്ലേ? ഇനിയിപ്പൊ അങ്ങനെ അലറിയില്ലെങ്കിൽ നീയൊക്കെ കേൾക്കും. എന്താണെന്നറിയാമോ? ഭാര്യയും ഭർത്താവും സംസാരിക്കുമ്പോഴത്തേനും ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കരുത്. അയ്യോ, പറഞ്ഞില്ലാട്ടോ തോന്നി ഇന്നലെ ഉച്ചക്ക് റാലി കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഉള്ളന്ന്. അല്ലെങ്കിൽ എന്താ കുഴപ്പം? അതെ, ഭർത്താക്കന്മാരോട് ഭാര്യ സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ സ്നേഹത്തിൽ അതെ എനിക്കിന്ന് കൊണ്ടുവരണം കേട്ടോ ഇങ്ങനൊക്കെ പറയണം. അല്ലാതെ അങ്ങനെയാണ് സംസാരിക്കുക. പറഞ്ഞു കുറച്ച് സ്നേഹം കുറച്ച് സംസാരിക്കണം. അനുഭവം ഉണ്ട്. ഉണ്ട്. എന്റെ റോസ്മേരി എന്നോട് പറയുന്നത് എന്താ ശരിക്കും റോസ്മേരി വിളിക്കണേ? വേറൊരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ഒരു 500 രൂപ കടം തരണം. ഈ തല ഞാൻ തല്ലിപ്പൊളിക്കും. ഞാൻ എന്റെ കയ്യിൽ പറഞ്ഞ് തന്നേൽപ്പിച്ചിട്ടുണ്ടോ പൈസ? എപ്പോഴായാലും മാഡത്തിന്റെ തങ്കര എങ്ങനെയായാലും നുള്ളി പറക്കെ 100 രൂപ 500 തന്നാ മതി. എന്റെ അടുത്ത് ഇല്ലടാ. എന്റെ അടുത്ത് എവിടെന്നാടാ പൈസ ഉണ്ടാവണത്? മീൻ ചന്തയിലെ പലിശ തരാം. 500 വന്നാൽ 550 രാവിലെ തിരിച്ച്. എന്റെ കയ്യിൽ ഇല്ല റൊണാൾഡേ. എങ്ങനായാലും തങ്ക ചേട്ടൻ കൈ പൈസ വെച്ചിട്ട് കള്ളത്തരം പറഞ്ഞു. എങ്ങനായാലും നിങ്ങളുടെ ഈ പട്ടിത്തര 100 രൂപ നുള്ളി പറക്കെടുക്കണം. കണ്ടോ കണ്ടോ പുറത്ത് വരുന്ന കണ്ടോ? ഇട്. ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി അവിടെ വെച്ചേരെ. മീശയും താടിയുള്ള ഒരു യുവ പുരുഷന്റെ മുമ്പിൽ പൈസ വരി ചവറ് പോലെ ഇട്ടേക്കുന്നു. എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് അപ്പയ്ക്കകത്ത് കുറച്ചിട്ടുണ്ട്. അതോടെ തരാം. നിങ്ങൾ അതുകൊണ്ട് ബാങ്കിലിടും. നല്ല കാര്യം താ. എനിക്ക് അത്യാവശ്യമാണ്. വണ്ടിയുടെ ഒരു സാധനം മേടിക്കാനുള്ള പണി പൈസ കിട്ടുമ്പോൾ തിരിച്ചു തരാം. എന്റെ റൊണാൾഡേ, എനിക്ക് ഒരു 1000 രൂപ അത്യാവശ്യമുണ്ട്. നിന്റെ കാശ് കൊടുക്കണ്ടെങ്കിൽ താ, ഞാൻ പൊട്ടിച്ചിട്ട് പൈസ ആക്കട്ടെ. മറ്റു പൈസ അയച്ചില്ലേ? വീട്ടമ്മച്ചമ്പി ഉണ്ടായിച്ച് ഉണ്ടാ. ഇന്ന് രാത്രി വിളിച്ചാൽ പറഞ്ഞാൽ പൈസ അയച്ചു തരുമോ? അതാ ഇപ്പൊ ഞാൻ ഇച്ചിരി ഉണക്കമീൻ മേടിച്ചിട്ട് വാ ക്ലീറ്റോ എന്ന് പറഞ്ഞപ്പോഴത്തേനും എന്റെ പൈസ ഇല്ല. എന്തെങ്കിലും ഉണ്ടാവോ? പിന്നെ ഉണ്ടാവാതെ അവിടെ ഇത്രയും വലിയൊരു പ്രമുഖ നേതാവിനെ തിരക്ക് പൈസ അയച്ചോട് ഇങ്ങനെ ട്രെയിൻ പോലെ വരും. പ്രമുഖ നേതാവ് തേച്ച് അല്ലാത്ത എവിടെ പോയി കിടപ്പുണ്ട്. കല്യാണത്ത് ഉണക്കമീൻ മേടിക്കാൻ പോയാണോ? പാർട്ടി പരിപാടിക്ക് പോയതടാ. അവിടെ നിന്ന് വന്ന വഴിക്ക് ഇച്ചിരി ഉണക്കമീൻ മേടിക്കാൻ പറഞ്ഞു. അതാണ് പറഞ്ഞത്. അപ്പൊ ഒരു 500 എനിക്ക് തരാനില്ല. ഇല്ല, അതെ. ഇനി അധികം മുച്ചെടുത്തിട്ടുണ്ടെങ്കിൽ വായിലോട്ട് ഞാൻ പൈസ ഊതി കയറ്റി വെക്കും. പൊക്കോണം. നീ എവിടെ പോവാ? ഞാൻ പോവാ. എനിക്കൊരു ആവശ്യത്തിന് ഒന്ന് സ്വന്തം വീട്ടിൽ വന്ന് വിളിച്ചേ. അവന് രാവിലെ തലവേദന എടുക്കണം മണവേദന എടുക്കണം എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ വീട്ടില്ല. എന്നിട്ട് അപ്പുറത്ത് പോയിരിക്കുക. നേരത്തെ ഫോണിൽ കൂടെ വിളിച്ചില്ലേ? അതാണ് ഇവിടെ വിളിച്ചാ മതി. ഈ അന്നം മിക്സറാണ് സത്യം. പൈസ തരാതെ വീട്ടിൽ നിന്ന് ചോറ് ഞാൻ കഴിക്കത്തില്ല. കഴിക്കില്ലല്ലോ. എന്നാ പിന്നെ 3 മുട്ട വാട്ടണ്ടല്ലോ. ഞാൻ നമുക്ക് വൈകുന്നേരം 3 മുട്ട വാട്ടി കഴിക്കാന്ന് ഓർത്തിരിക്കായിരുന്നു. മുട്ട വാട്ടിക്കോ? ചോറ് കഴിക്കത്തില്ലെന്നേ പറഞ്ഞുള്ളൂ. എടാ അവനെ വിളിക്കണേ. വെള്ളം കുറവാണല്ലോ. നീ ഷർട്ട് തേച്ചില്ലായിരുന്നാടി? ഏട്ടനത് തേച്ചൂടെ ഏട്ടാ? ഇവിടുത്തെ പണിയൊക്കെ ആര് ചെയ്യും അപ്പം? അല്ല, നീ ഇവിടെ ജോലി ചെയ്തോണ്ടിരുന്നാലാ? ഫംഗ്ഷന് കറക്റ്റ് എടുത്തണ്ടേ? എന്റെ ഏട്ടാ, നമ്മള് പോകുമ്പോ അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പോകണ്ടേ? പട്ടിണി കിടക്കുവോ അമ്മ? അതൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലേ? നമ്മളെ അല്ലാതെ അവർ കേക്കൊന്നും മുറിക്കത്തൊന്നുമില്ല. അതല്ല, നമ്മളിവിടെ നീ എന്താ പറയാ, ഇത്രയും ദൂരം പോകണ്ടേടി? ഇത്രയും ദൂരം അവിടെ ചെല്ലുമ്പോഴത്തെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ബാലരാമപുരത്തല്ലേ? അത്രയും ദൂരമല്ലേ? പിന്നെ അവിടെ നിന്നും വേണ്ടേ കുറച്ചുകൂടാ? അത് കുഴപ്പമില്ല, ഇത് ആക്കി വെച്ചിട്ട് അങ്ങ് പോകാം. അവള് വരുന്നില്ലെന്ന് പറഞ്ഞേ തങ്കം. എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ അപ്പൊ അമ്മയുടെ അമ്മ ഇപ്പൊ എന്തേ? അമ്മയോട് പറയണം വരണ്ടെന്ന്. എന്തുവേട്ടാ ഇത്രയും ദൂരം വരെ അമ്മേനെ കൊണ്ട് പോവാനാ? അല്ല, നമ്മൾ ഒരുങ്ങി പോകുമ്പോ അമ്മ കാണൂല. അപ്പൊ അതേട്ടന് എന്തെങ്കിലും പറഞ്ഞാൽ മതി. ഇത് അവരുടെ വീടിന്റെ വാതിക്കെ വരെ ബസ് നിർത്തുവായിരുന്ന കുഴപ്പമില്ല. ഇത് ബസ് ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് എന്തൊരു കയറ്റമാണ്. അത് കുത്തനെയുള്ള കയറ്റം കയറണം. അതൊക്കെ അമ്മേനെ കൊണ്ട് പറ്റുമോ? ഇത് നേരത്തെ അച്ചാച്ചനെ വിട്ട് തൈലൊക്കെ വാങ്ങിച്ചിട്ട് കാല് തിരുമ്മിയിരിക്കുന്ന ആളാണ്. അന്ന് അമ്മേനെ കൊണ്ട് പോക്കൊന്നും നടക്കത്തൊന്നുമില്ല. ഇനി പോയിട്ട് അമ്മ ഒരു ആവശ്യത്തിന് പറയും ഞാൻ വരുന്നെന്നൊക്കെ പറയും. ഇനി തിരിച്ചു വന്നിട്ട് അമ്മ അനുഭവിക്കണത് എന്തൊക്കെയായിരിക്കും? കാലുവേദന കൈവേദന എന്നൊക്കെ പറയും. പക്ഷെ അമ്മ ചോദിക്കുമ്പോ എന്ത് പറയും? ചോദിക്കുമ്പോ പറയണം വേറെ എവിടെയെങ്കിലും പോവാന്ന് പറയണം. അമ്മ അടുത്ത് കള്ളം പറയാനാ? എന്റെ ഏട്ടാ, പിന്നല്ല അമ്മ ചോദിക്കുമ്പോ എനിക്ക് കള്ളം പറയാൻ പറ്റാത്തതുണ്ടല്ലേ? ഞാൻ അങ്ങനെയാണെങ്കിൽ കള്ളം പറയണ്ട. ശരിക്കും ചെന്ന് പറ, ഞങ്ങൾ ഈ ഫംഗ്ഷന് പോവാന്ന് പറ, അമ്മനെ കൊണ്ടുപോകുന്നില്ലെന്ന് പറ. ഏട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മ അവിടെ വന്നിട്ട് കിടന്നിട്ട് കാലുവേദന കൈവേദന എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നത് എന്തെങ്കിലും പറഞ്ഞാൽ ഞാനും മൈൻഡ് ചെയ്യത്തില്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏട്ടനായിരിക്കും. നമ്മൾ മാത്രം പോകുന്ന ചെന്നേട്ടൻ ആ ഷർട്ട് തേക്ക്. എന്നിട്ട് പോണ വഴിക്ക് ആ മോട്ടറും കൂടി ഇടും. വെള്ളം കുറവാ. ഒട്ടും എനിക്ക് തൈലം പറ്റിയിട്ടൊക്കെ ഉണ്ട്.
ചെറിയൊരു ആശ്വാസം ഉണ്ടടാ. ഒരു 3-4 പ്രാവശ്യം കൂടി ഇടുമ്പോ ഒരു ആശ്വാസം കിട്ടുമെന്ന് തോന്നുന്നു. തൈലം മാത്രം ഇട്ടാ പോരാ, ചൂട് പിടിക്കണം. എടാ നീ ലില്ലി ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞേ. ലില്ലി കനകം മച്ചവിടെ പുറത്ത് അവിടെ ബർത്ത്ഡേക്കോ എന്തോ ഫംഗ്ഷനോ പോകുന്ന കാര്യം പറയുന്ന അവിടെ. അയ്യോ ഞാനങ്ങ് മറന്നുപോയടാ. ഞാനും കൂടെ പോയി റെഡി ആവട്ടെ. എനിക്കും. അമ്മ എന്തിനാ റെഡിയാന്ന്? എന്ത് അവർ രണ്ടുകൂടെ പോകുന്ന കാര്യമാണ് പറഞ്ഞത്. നിന്റെ കൂടെ അങ്ങനെ പറഞ്ഞ അവര് എന്നെ കൊണ്ടുപോകണില്ലെന്ന്? അമ്മ കൊണ്ടുപോകണമെന്നില്ല എന്ന് പറഞ്ഞില്ല, പിന്നെ അവർ രണ്ടുപേരും പോകുന്നുള്ളെന്ന് പറഞ്ഞു. അത് ശരി. അപ്പൊ എന്നെ കൊണ്ടുപോകാതെ പോകാനുള്ള പരിപാടിയാണ് അല്ലേ? കാണണമല്ലോ. അവരങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ഇനി എന്റെ പേര് പോയി കൂട്ടി ചോദിക്കല്ലേ? അല്ലെങ്കിൽ തന്നെ ഈ വയസ്സ് ഈ മുട്ടുവേദനയും വെച്ചിട്ട് അമ്മ ബസ്സിൽ കയറി ഇറങ്ങി വീണ്ടും വേദന കൂടത്തല്ലേ ഉള്ളൂ. അവര് ഭാര്യ ഭർത്താവിടെ പോയിട്ട് വരട്ടെന്ന്. അത് ശരി. എടാ എന്നാണ് അവന് ഒരു ഭാര്യയും ഭർത്താവും ഒക്കെ ആയത്? എന്നാണ് അവനൊരു ഭാര്യ ഉണ്ടായത്? ഞാൻ പെറ്റി വളർത്തി ഇത്രയും പ്രായമാക്കി അവനൊരു ജോലിയും വാങ്ങിച്ചു കൊടുത്ത് പെണ്ണും കെട്ടിപ്പിച്ചായിട്ടല്ലേ അവനൊരു ഭാര്യ ഉണ്ടായത്? അതുവരെ അവന് ഭാര്യ ഉണ്ടായിരുന്നില്ല, ഭാര്യയിൽ കഴിക്കോലും ഒന്നും ഇല്ലായിരുന്നല്ല. അമ്മ ഞാനൊരു ഈ തക്കുടു മോന്റെ കൂട്ടി ഇങ്ങനെ കിടന്ന് നിർബന്ധം പിടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ അവര് പോയിട്ട് വരട്ടെ. അതെടാ, അതെ അതെ. തക്കുടുവിനെ ഇപ്പൊ വളർത്തുന്ന കണക്ക് തന്നെയാണ് അവനെ ഞാൻ വളർത്തി വലുതാക്കി ഈ പരുവത്തിലാക്കിയത്. നിനക്കറിയാമോ? കണ്ടിട്ട് എന്റെ പൊന്നമ്മ, ഞാൻ കാല് പിടിക്കാം. അബദ്ധത്തിൽ പറഞ്ഞു പോയതാ. ഇതിന്റെ പേര് ഇനി അവിടെ പോയി കൂട്ടി ചോദിക്കാനൊന്നും നിക്കല്ലേ. അതേടാ, നീ അബദ്ധത്തിൽ പറഞ്ഞു പോയതാ. ദൈവം എന്റെ കൂടെടാ. അതുകൊണ്ടാ നീ അബദ്ധത്തിൽ ഇതിപ്പോ എന്റെ അടുത്ത് പറഞ്ഞത്. ദൈവം പറയിപ്പിച്ചതാ. അമ്മ, ഞാൻ കനകമ്മച്ചമ്പിയോട് പറയാം അമ്മയും കൂടെ ബർത്ത്ഡേ ഫംഗ്ഷന് കൊണ്ടുപോയി. ഓക്കെ, നിന്റെ ശുപാർശ വേണോ എന്നെ കൊണ്ടുപോകാൻ പറയാൻ? എനിക്ക് ആരുടെ ശുപാർശ ഉണ്ട്? എന്റെ ഗിരിജായനോട് എനിക്കൊരു വാക്ക് പറഞ്ഞാൽ മതി. അവൻ ചെല്ലം പോലെ എന്നെ കൊണ്ടുപോകും. നിനക്കറിയാമോ? അതിർത്തി വിട്ടു അല്ലമ്മ, അവര് ചെലപ്പോ അമ്മ കൊണ്ടുപോവായിരിക്കും. അപ്പൊ അമ്മക്ക് എന്തായാലും എനിക്കിതൊന്നും അറിയണം. രണ്ടിലൊന്നും എനിക്കിന്ന് അറിയണം. ഞാൻ പറയും, ചോദിക്കാൻ പോവുക. ആ തങ്കവും ഇവിടെ ഇല്ല. അവൾക്ക് എന്തൊരു അത്യാവശ്യം ഉണ്ടെന്ന് പറയുന്നത്. ക്ലീറ്റോയും ഇല്ലല്ലോ. പിന്നെ ഇപ്പൊ എന്താ ചെയ്യും? ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നാലും എങ്ങനെ ശരിയാവത്? എനിക്ക് എന്തായാലും രണ്ടിലൊന്നും അറിയണം. എന്താ? അല്ല, അവര് ചിലപ്പോ കൊണ്ടുപോയാലോ? പോയാലോ? നീ എന്തോ കടായി പറയുന്നത്? എന്നെ കൊണ്ടുപോകും. എനിക്കതൊന്നും കേൾക്കണ്ട. ഒന്നും കേൾക്കണ്ട. ഇതൊന്നും അറിയണം. അവനിപ്പോൾ പെറ്റതള്ള വേണ്ട. ഇത്രയായല്ല, മതി. തൃപ്തിയായി എനിക്ക്. എന്ത്? ഈ ചുരിദാർ മതി ചേട്ടാ. ഈ ചുരിദാർ മതിയാ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഷേപ്പ് ചെയ്തല്ലേ, കൊള്ളാം. അല്ല, കുറെ പേരുള്ളല്ലേ, നമ്മള് വൃത്തിക്ക് പോകണ്ടേ? ഉള്ളതൊക്കെ മതിയടി. ഇനിയിപ്പോ ഇതല്ലെങ്കിൽ പിന്നെ വേറെ മാറ്റാൻ പോണം. ഇല്ല, വേറെ ഇല്ല മാറാനായിട്ട്. ഇതേ ഉള്ളു പുതിയത്. എന്തോരം ചുരിദാർ ഈ അലമാരം കൂടെ തുറന്നല്ലാണ്ട് മറിഞ്ഞ വീണാണ്. പിന്നെ ഗിഫ്റ്റ് വാങ്ങിക്കണ്ടേ പോണ വഴിക്ക്? എന്തേലും അല്ല, ഒരു 2500 ഗിഫ്റ്റ് എങ്കിലും വാങ്ങിക്കണം. എത്ര? 2500. 2500 രൂപയ്ക്കാ? പിന്നെ കനകം പോലീസ് എന്താ കൊണ്ടുവരണേന്ന് അവര് നോക്കിയിരിക്കും. പിന്നെ പോലീസുകാരന് ശമ്പളം മേടിക്കാൻ നേരം കാണുള്ളൂ, സമ്മാനം കൊടുക്കാനായിട്ട്. എന്തെങ്കിലും മേടിച്ചു കിട്ടി അവരാഗ്രഹിക്കുന്നതാണ് നമ്മളവിടെ ചെല്ലുക. കനകനും പെണ്ണും ഒക്കെ വന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നില്ല അവരൊന്നും. ഇപ്പൊ അതൊന്നും ഫാഷനൊന്നും അല്ല. എന്തേലും അല്ല, നല്ല സാധനം വാങ്ങിക്കണം. എന്റെ ഈ ഉടുപ്പ് കുഴപ്പമില്ലല്ലോ. അയ്യോ, എപ്പോഴും ഇടുന്ന ചാത്ത ഷർട്ട് ഇട്ടിട്ട്. ഇത് കൊള്ളാടി, ഇത് നല്ലതാണ്. ഞാൻ സാധനം എന്റെ വരകളുണ്ട് ഇടണ്ട. ഇറങ്ങാന്നെങ്കില് എന്റെ പേഴ്സ് കുഞ്ഞേ ഇപ്പൊ തരാട്ടാ. പിന്നെ ഇതിപ്പോ കഴിക്കണോ? എടാ, നിനക്ക് ചെറിയ ചൂടുണ്ടായടാ. മുട്ട കഴിക്കാൻ പാടില്ലടാ, വയറുവേദന എടുക്കും കുഞ്ഞേ. ദഹിക്കൂല. ഇതിന് തിന്നാ ഉച്ചയാകുമ്പോ കഞ്ഞി കുടിക്കൂല. ഞാൻ കഞ്ഞി കുടിക്കും. ഉറപ്പാണോ? നിന്നാ കഴിച്ചോ. മുട്ടയുടെ എന്ത് വെറൈറ്റി ആണല്ലോ? ഒരു വെറൈറ്റി അല്ല, ഇച്ചിരി മുട്ട പൊരിച്ചത്, അല്ലാതെ ഒന്നുമില്ല. ഞങ്ങള് മുട്ട പൊരിച്ചത് മുൾസയൊക്കെ കഴിയും. അതെന്തോ അർത്ഥം വെച്ചല്ലേ പറഞ്ഞ? കഴിക്കാറില്ലേ നീ ഇവിടുന്ന്? കഴിക്കാറുണ്ട്. ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു കുഞ്ഞിന് കൊടുക്കുമ്പോൾ അതേപോലെ ഒരു കുഞ്ഞിന് ഒരു ശകലം മുട്ട ഉണ്ടാക്കി കൊടുത്തെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. അവന് വയ്യ, അവന്റെ വാ എന്തോ പോലെ ആയിട്ട് തോന്നുന്നു. മുട്ട വറുത്ത് തിന്നാൻ തോന്നണെന്ന് പറഞ്ഞ്, അതുകൊണ്ട് വറുത്ത് കൊടുത്തു. വേണമെങ്കിൽ തരാം. അത് വേണ്ട, നീ മുട്ട കഴിച്ച് തയ്ക്കത്തില്ലേ? അല്ല, അത് പോട്ടെ. മാരേജോ ബർത്ത്ഡേ ഫംഗ്ഷൻ പോകുന്നില്ലേ? ഞങ്ങളാ അവര് എവിടെ റെഡിയാന്നു? അവര് പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നാമത്തെ ക്ലീറ്റോ ഇല്ല, പിന്നെ ഇവന് പാടില്ല. ഇവനെയും കൊണ്ട് അത്രയും ദൂരം പോകാൻ പാടല്ലേ, ചൂടുണ്ട്. അവര് രണ്ടുപേരും ഒരുങ്ങാനുള്ള പരിപാടി ഞാൻ തോന്നുന്നു. അമ്മ ഉണ്ടാവുമല്ലോ.
അമ്മ പോകുന്നില്ല. അമ്മ പോണ്ടെന്ന് പറഞ്ഞായിരുന്നു. അവർ രണ്ടുപേരും പോകുന്നത്. അപ്പം അതാണല്ലോ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഭാര്യയും ഭർത്താവും ഒരുങ്ങി ഇങ്ങനെ സ്റ്റൈലിങ്ങനെ ട്രെൻഡാണല്ലോ. നിന്നോട് ആര് പറഞ്ഞു? അത് ഞാൻ ഊഹിച്ചു. അമ്മ പോകുന്നില്ലെന്നുള്ള ആരും ഊഹിച്ചെടുത്തു. അങ്ങനെ ഒരുപാട് ഊഹിക്കൊന്നും വേണ്ട കേട്ടാ. മോനെ കഴിക്കട്ടാ. ചൂടുണ്ട്. ചൂടുണ്ട്. മരുന്ന് കഴിച്ചാൽ കേട്ടോ. ചൂടുണ്ട്. വേഗം കഴിച്ചോ, അവൻ അടുത്ത വരവ് തന്നെ നിനക്ക് കിട്ടൂല. അമ്മ ഓ ഞാൻ പോട്ടോ എവിടെ? ബർത്ത്ഡേക്ക്. പിന്നെ ബർത്ത്ഡേക്ക് അവിടെ നിന്ന് കഴിക്കടാ. പനിയാണ് അവന്. ബർത്ത്ഡേക്ക് പോണ്. ഞാൻ മാമന്റെ കൂടെ പൊക്കോളാം. ഡാഡി വരുമ്പോ നമുക്ക് ഒരുമിച്ച് പോകാം. മാമന്റെ കൂടെ പോയാൽ മാമന് പാടാവും. അതന്നല്ലേ ഇത് നല്ലോണം റെസ്റ്റ് എടുത്തിട്ട് നാളെ സ്കൂളിൽ പോണം. എന്താ തിന്നാത്തത്? തിന്നാം. അവർ പോയാമേ? ആര്? കനകമച്ചമ്പി ലില്ലിപ്പെണ്ണും. ഏ? കനകമച്ചമ്പി ലില്ലിപ്പെണ്ണും പോയോ? പോയില്ല, അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്നാലും അവര് പോവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഒരു വണ്ടി വിളിച്ച് അമ്മയുടെ കൊണ്ടുപോകായിരുന്നു. ഓ, വയസ്സാകുമ്പോ എല്ലാവരുടെയും ഗതി ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവർക്കും ഇങ്ങനെ തന്നെയാ ഗതി. അല്ല, എന്നോട് ആര് പോണ്? അമ്മ കഴിക്കാൻ എടുത്ത് വെച്ചാൽ വെച്ചിട്ടുണ്ട്. അമ്മ വിളമ്പി കഴിച്ചോളൂ. അല്ല, അമ്മ നിങ്ങളിത് എങ്ങോട്ട് പോണ്? അമ്മ മറ്റേ ബർത്ത്ഡേ ഫംഗ്ഷൻ അല്ലേ? അയ്യോ, അത് എന്നായിരുന്ന? എവിടത്തെ ബർത്ത്ഡേ? മറ്റേ ബാലരാമപുരത്തെ അമ്മ. അയ്യോ, നമ്മുടെ വെഞ്ഞാറമുട്ടിലെ ശ്രീകണ്ഠൻ മാമനും മക്കളും ഒക്കെ അങ്ങ് ദുബായിലല്ലായിരുന്ന? അവര് വന്നിട്ടുണ്ട്. അവര് ഇങ്ങോട്ട് വരുന്നെന്ന് വിളിച്ചു പറഞ്ഞു. ഇപ്പൊ വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. വരുമെന്നാ? ആ, അവര് പുറപ്പെട്ട്. ശ്രീകണ്ഠൻ മാമ ദുബായിലുള്ള ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് കണ്ടിട്ടുണ്ട്. അല്ല, തങ്കച്ചേട്ടത്തി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആ, അത് ശരി. അല്ല അമ്മ, അങ്ങനെയാണെങ്കിലേ നമ്മള് പോയിട്ട് വേഗം വരാം. അതാണ്. അയ്യോ എടാ, അവർക്ക് വന്നിട്ട് നിൽക്കാനൊന്നും സമയമില്ല. അവർക്ക് വരണം, നിങ്ങളെ ഒന്ന് കാണണം, അപ്പോഴത്തന്നെ തിരിച്ചും പോകണം. അവിടെ നിന്ന് വന്നതല്ലേ, പല പല ബന്ധുക്കളും ഉണ്ട്. എല്ലാ സ്ഥലത്തുനിന്ന് ഓടി എത്തേണ്ട അവധിയൊന്നും ഇല്ല അല്ല, അധികം. എന്ന് പറഞ്ഞാൽ പിന്നെ ബർത്ത്ഡേ ഫംഗ്ഷന് പോണ്ടേ? അല്ല, അപ്പൊ അതെങ്ങനെയാടാ? വേണ്ട, ഒറ്റയ്ക്ക് പോട്ടെ. ഒറ്റയ്ക്ക് പോട്ടെ. അല്ല, ഒരു കാര്യം ചെയ്യും. അവര് വരുന്ന സ്ഥിതിക്ക് ലില്ലിപ്പെണ്ണ ഒറ്റയ്ക്ക് പോട്ടെ. മച്ചമ്പിയോടൊക്കെ ഇതെന്താ നിങ്ങൾ പോവാത്ത ഇത്ര നേരമായിട്ടും? എങ്ങനെ പോകും? ശ്രീകണ്ഠൻ നായരോ ജോൺ ബ്രിട്ടാസ് ആരണ്ടൊക്കെ ഇവിടെ വിരുന്നിന് വരുന്നുണ്ട്. ആര്? ശ്രീകണ്ഠൻ മാമനെ ദുബായിലുള്ള ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പോണെന്ന്. അതിനെന്താ നിങ്ങള് പോയിട്ട് വാ. ഞാനത് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് വേണ്ട, അവർക്ക് സമയമില്ല, പെട്ടെന്ന് കണ്ടിട്ടേ പോകാൻ പറ്റുള്ളൂ. അമ്മേനെ വിളിച്ചാ? ആ, നിന്നെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. ഇല്ല. ഇതെന്ത് പാടിത്? നമ്മളോട് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇവര് വിളിച്ചു പറയുമ്പോ നമുക്ക് എന്താ തിരക്കൊന്നുമില്ലേ? നീ പോയിട്ട് വടർക്കാ, നീ അവരെ വിളിച്ചോ. ഉച്ച കഴിഞ്ഞിട്ട് വരാൻ പറ. നമ്പറില്ല. അമ്മ ഒരു കാര്യം, അമ്മേനെ ഫോണിൽ എടുത്തേ. ആ, എന്റെ ഫോൺ എന്റെ ഇരിപ്പുണ്ട്. എന്റെ ഫോൺ അതിന് ആർക്കും കൊടുക്കും. അമ്മേനല്ലേ വിളിച്ചത് മാമേ? ആ, തന്നെ. അപ്പൊ ഞാൻ വിളിച്ചിട്ട് പറയാം എവിടെ എത്തി ചോദിക്കാം. അവര് എത്താറായെന്നാ പറഞ്ഞത്. നിങ്ങളുടെ ഫോണൊന്നും ഞാൻ ചോദിക്കുന്നില്ലല്ലോ. തരത്തില്ല, ചോദിക്കട്ടെ അമ്മേ. ആ, വേണ്ട, നിങ്ങൾ ചോദിക്കണ്ട. എന്റെ അടുത്ത് പറഞ്ഞു അവര് എത്താറായെന്ന്. ഫോൺ കൊടുക്കാം, അവൻ വിളിച്ചു പറയട്ടെ ഉച്ച കഴിഞ്ഞിട്ട് വരാൻ. അല്ല, ഉച്ച കഴിഞ്ഞിട്ട് വരാൻ പറയാൻ പറ്റത്തില്ല. അവര് ഇറങ്ങി കഴിഞ്ഞ് അവരിപ്പൊ ഇങ്ങ് എത്തും. അമ്മ, അതല്ലേ ഞാൻ മലയാളത്തിൽ പറഞ്ഞ ഫോൺ ഇങ്ങനെ തന്നെ ഞാൻ വിളിച്ചിട്ട് ചോദിക്കാം മാമ എവിടെ എത്തി ചോദിക്കാം. മാമ ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഞാൻ പോവാം. എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അവര് തിരിച്ചു പോണോ? അത് നടക്കത്തില്ല. ഫോൺ തരത്തില്ല എന്ന് പറഞ്ഞാൽ തരത്തില്ല. അത് കൊള്ളാലോ, അതൊരു നിർബന്ധമാണല്ലോ. അപ്പ വിളിച്ചിട്ടില്ല. അപ്പ വിളിച്ചിട്ടില്ല. മതിയാ? അമ്മേ, ഇതിലെന്തോ കള്ളക്കളി ഉണ്ട്. നേര് രണ്ട് കണ്ണും നോക്കണം. കൊറേ നേരമായി. അതാ എനിക്ക് മനസ്സിലായി. എന്താ സംഭവം? എന്താ? അതെ, നിങ്ങൾ രണ്ടുകൂടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോന്നപ്പം അമ്മയെ കൊണ്ടുപോകുന്നില്ലെന്ന് അറിഞ്ഞപ്പം അമ്മയ്ക്ക് ഭയങ്കര കുണ്ടക്കറു. അങ്ങനെ പെട്ടെന്നുണ്ടാക്കിയ ഒരു കള്ളമാണ് ദുബായിലെ ശ്രീകണ്ഠൻ മാമേ. ഞാൻ അന്നേരം പറഞ്ഞില്ല സീരിയസ് ആയിട്ട് എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. കൊള്ളാം, നീ നല്ല ആളാണല്ലോടാ. എന്റെ മക്കളെ, ഞാനൊന്നും മനസ്സാവാതെ അറിഞ്ഞ കാര്യമല്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ അടുക്കളയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാം യവൻ കേട്ടിട്ട് എന്നെ വന്ന് മൂട്ടി തന്നു. അത് കേട്ടപ്പോ എനിക്കൊരു വിഷമം തോന്നി പറഞ്ഞത്, അല്ലാതെ എനിക്കൊരു വിഷമമില്ല. ആര് മൂട്ടി? നീ. ഞാൻ അവര് പോന്ന കാര്യമല്ലേ വന്നു. ആ, അത് തന്നെ. എന്റെ അച്ചാച്ചന് ഒരു പണിയില്ലല്ലേ ഇങ്ങനെ ഏഷ്യന് കൂട്ടാനായിട്ട്? അമ്മേ, ഇങ്ങോട്ട് നോക്കിയേ. അമ്മേനെ കൊണ്ടുപോകാൻ സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. അമ്മയ്ക്ക് അറിയാലോ അവിടെ ആ ബാലരാമപുരത്ത് വന്നിട്ട് ബസ് ഇറങ്ങിയിട്ട് എന്തോരം നടക്കാനുണ്ട്. എന്നിട്ട് കുത്തനെ ഒരു കയറ്റമുണ്ട്. അമ്മയ്ക്ക് ഒന്നാമതെ കാലുവേദനയല്ലേ. ആ കയറ്റം എല്ലാം കയറിയിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് അമ്മ കാലുവേദന എന്ന് പറഞ്ഞോണ്ടിരിക്കും. അതുകൊണ്ടാ കൊണ്ടുപോകാൻ. അമ്മയ്ക്ക് അത്രക്ക് നിർബന്ധമാണെങ്കിൽ അമ്മയും കൂടെ വാ. നീ വേണ്ട അമ്മ,
അമ്മയ്ക്ക് ഞങ്ങളോടൊപ്പം വരണോ? വേണ്ട വേണ്ട മക്കളെ. കുഴപ്പമില്ലെന്ന്. അല്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്നൊരു വല്ലാതെ തോന്നി. അതുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടെന്ന് എന്തൊക്കെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് വരുന്നെങ്കി വാ. ചോറ് വിളമ്പി വെച്ചേക്കാണോ അതോ ഞാൻ എടുത്ത് കഴിക്കണോ? ആ അത് പറഞ്ഞപ്പോഴാ ഇപ്പൊ റോട്ടിലോട്ട് നിന്നാ കൊടങ്ങാവിളേക്ക് ബസ് കിട്ടും. അപ്പൊ നേരെ റോസ്മേരി എടുത്തു പോയിട്ട് അങ്ങ് കഴിക്കാം. ഇവിടുന്ന് കഴിക്കാൻ നിൽക്കണ്ട കേട്ടാ, ഇവിടെ അമ്മക്കുള്ളത് മാത്രമേ ഉള്ളു. നിനക്ക് വേണോടാ. Aliens